ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്ന് ഒന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങി നോക്കുക കേട്ടോ. നല്ല മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് സ്കൂളുണ്ട്. അപ്പോൾ അച്ചുക്കൂട്ടനെ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് സാമ്പാറും ഇഡ്ഡലിയാണ് കേട്ടോ റെഡിയാക്കുന്നത്. അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഞാൻ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ചായ ഇട്ടു കുക്കറിലപ്പോഴത്തേക്കും പരിപ്പൊക്കെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് തന്നെ ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ടുള്ള മാവൊക്കെ ഉപ്പൊക്കെ ഇട്ട് റെഡിയാക്കുവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അച്ചുകൂട്ടന് ഇഡ്ഡലിയും സാമ്പാറും മതി എന്ന് പറഞ്ഞ കാരണം പിന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് മാവൊക്കെ അവിടെ റെഡിയാക്കുന്നുണ്ട്. പിന്നെ ഈ ടൈമിൽ അമ്മ അമ്പലത്തിൽ പോയേക്കുവാണ്. അമ്മ അപ്പോൾ ഇനി ദിവസങ്ങളൊക്കെ കുറവാണ് കേട്ടോ. അമ്മയ്ക്ക് തിരിച്ച് പോകാനുള്ള ദിവസമൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ മാവൊക്കെ കോരി ഒഴിക്കുവാണേ. അങ്ങനെ മാവൊക്കെ ഫുള്ളായിട്ട് അതിനെ കോരി ഒഴിച്ച് റെഡിയാക്കുവാണേ. ഞാനിന്നാണെങ്കിൽ എഴുന്നേക്കാനായിട്ട് കുറച്ച് ലേറ്റായി പോയിട്ടോ. അപ്പോൾ അതിൻ്റെതായ ഒരു ധൃതി പിടുത്തം എനിക്കുണ്ട്. പിന്നെ നമ്മൾ കുറച്ചൊക്കെ ലേറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ രാവിലത്തെ ഒരു ധൃതിയും ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. പ്രത്യേകിച്ച് നമ്മുടെ മക്കളെ സ്കൂളിൽ വിടാനുള്ള ഒരു ടൈമും കൂടിയാണെങ്കിൽ. അപ്പോൾ അച്ചിക്കുട്ടന് ഇപ്പോൾ 8:30 ആകുമ്പോഴത്തേക്കും പോകണം. സൈക്കിളിനാണ് പോണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കൂട്ടുകാരൻ വീട്ടിൽ വരും. അപ്പോൾ മാക്സിമം അച്ഛനൊരു 8:15 ആകുമ്പോഴത്തേക്കും ഞാൻ മാക്സിമം എല്ലാം റെഡിയാക്കി ഇരുത്തും കേട്ടോ. അങ്ങനെ പരിപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ പരിപ്പിനകത്ത് ഇതേപോലെ ഒരു സ്പൂണ് ഇങ്ങനെ വേവിക്കണ ടൈമിൽ കുക്കറിൻ്റെ അകത്ത് ഇടുവാണെങ്കിൽ പുറത്തോട്ട് ഇങ്ങനെ കുക്കർ വിസിലടിക്കുമ്പോൾ വെള്ളമൊക്കെ വീഴില്ലേ, അത് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇത് ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ട് ട്രൈ ചെയ്തതാണ്. പക്ഷേ എനിക്കങ്ങനെ വെള്ളമൊന്നും പുറത്തോട്ട് ഇങ്ങനെ ചാടുന്നൊന്നുമില്ല. കറക്റ്റായിട്ട് തന്നെ വെള്ളം കറക്റ്റായി നമ്മൾ ഒഴിച്ചിട്ടുണ്ടെങ്കിലും ചില സമയമൊക്കെ നമ്മൾ കുക്കറിലോട്ട് വയ്ക്കുമ്പോൾ വെള്ളം പുറത്തോട്ട് വരാറില്ലേ. അപ്പോൾ ഇതങ്ങനെയൊന്നും വരാറില്ല കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഇനി ഇങ്ങനെ കുക്കർ ഉപയോഗിക്കുന്ന ടൈമിൽ വെള്ളം പുറത്തോട്ട് ഇങ്ങനെ വിസിലടിക്കുമ്പോൾ വരാറുണ്ടെന്നാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. അങ്ങനെ എല്ലാ കഷ്ണങ്ങളും ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒരു വിസിലടിപ്പിക്കാൻ വെക്കുക കേട്ടോ. പിന്നെ കുറച്ച് നേരം കല്ലുമുളകത്തിരുന്ന് കളിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കല്ലുമുളക് അതിൻ്റെ ഒപ്പം എടുത്ത് ഞാൻ പിന്നെ കിച്ചണിലോട്ട് വന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം ആൾക്ക് ഓരോന്നും കാണിക്കുമ്പോൾ അത് ഇത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ക്യാമറ കണ്ടപ്പോൾ ക്യാമറയിലോട്ട് നോക്കി ഓരോന്നൊക്കെ ഞാൻ പറയണതിനൊപ്പം നിന്ന് ചിരിക്കുവാണേ. പിന്നെ അങ്ങനെയൊക്കെ കുറച്ച് നേരം കയ്യിലിരുത്തി ഒന്ന് കളിപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അവിടെ നിലത്തിരുത്തിയിട്ടുണ്ട്. പിന്നെ അപ്പോഴത്തേക്കും ഇഡ്ഡലിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇനി അച്ചിക്കുട്ടന് പെട്ടെന്ന് തന്നെ ഇഡ്ഡലിയും സാമ്പാറും അങ്ങനെ പെട്ടെന്ന് തന്നെ ഇനി അച്ചുക്കൂട്ടന് ഫുഡ് കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അച്ചുക്കൂട്ടൻ കുളിച്ച് ഒരുങ്ങിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ അമ്പക്കുട്ടനും കൂടെ എഴുന്നേറ്റിട്ടുണ്ട്. പിന്നെ അവർ രണ്ടുപേരും കൂടി അവരുടേതായ കളിയും ചിരിയൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് നേരമൊക്കെ അങ്ങനെ ഇരുന്ന് പോകും. പിന്നെ അച്ചുക്കൂട്ടന് ഞാൻ സ്കൂളിലേക്ക് പെട്ടെന്ന് തന്നെ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ എടുത്തു വെച്ചു. ഇനി അച്ചുക്കൂട്ടൻ്റെ കൂട്ടുകാരൻ വന്നു. അപ്പോൾ അപ്പോഴത്തേക്കും സമയമൊക്കെ ആയി. അച്ചുക്കൂട്ടൻ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അച്ചുക്കൂട്ടൻ ഇറങ്ങുക കേട്ടോ. ടാറ്റ ബൈയൊക്കെ പറഞ്ഞ് സ്കൂളിൽ പോവാണ്. ഇപ്പോൾ സൈക്കിളിന് പോണത് കൊണ്ട് തന്നെ ആൾക്ക് മടിയൊന്നുമില്ല. മറ്റേ ബസ്സിൽ പോകുമ്പോൾ ചെറിയൊരു മടിയൊക്കെ ഉണ്ടാവും. അങ്ങനെ രാവിലെ നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ കുപ്പിയിൽ നിന്ന് എൻ്റെ കയ്യിൽ നിന്ന് സെറ്റിയിൽ വീണിട്ടുണ്ടായിരുന്നു. അങ്ങനെ സെറ്റ് വെയിൽ വലുതായിട്ടൊന്നുമില്ല, ചെറിയൊരു വെയിലുണ്ട്. എന്നാൽ ആ സമയത്ത് ഞാൻ എടുത്ത് ചേട്ടനുമായിട്ട് പിടിച്ച് സെറ്റി പുറത്തെടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അച്ചിക്കുട്ടനെ ഇനി സ്കൂളിൽ വിടുവാണ്. അച്ചിക്കുട്ടനെ ഇനി സ്കൂളിൽ പോയിട്ട് വേണം ബാക്കി പരിപാടികളൊക്കെ. അപ്പോൾ കൂട്ടുകാരനും കൂടി വന്നിട്ടുണ്ട്. ഇവർ രണ്ടുപേരും കൂടി വേറൊരു വീട്ടിലോട്ടാണ് കേട്ടോ പോണം. അതായത് അച്ചിക്കുട്ടൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൂട്ടുകാരൻ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുണ്ട്. എന്നിട്ട് അവരുടെ വീട്ടിൽ ചെന്ന് ആ കൂട്ടുകാരനെ കൂടി വിളിച്ചിട്ടാണ് പിന്നെ ഇവർ മൂന്നുപേരും കൂടെയാണ് ഒരുമിച്ച് പോകുന്നത്. Mountains to be your friend. I wanna know if it mattered. I would have gone to war for you. I would have bent the earth into just. അങ്ങനെ അച്ചുകൂട്ടനെ സ്കൂളിലൊക്കെ പറഞ്ഞു വിട്ടതിൻ്റെ സങ്കടമാണ് കേട്ടോ കുഞ്ഞനിയത്തിക്ക്. അയ്യോ മുഖമൊക്കെ ഇരിക്കണമെന്നൊക്കെ ഞാൻ ശരിക്കും ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കല്ലുമോളുടെ മുഖമൊക്കെ ശ്രദ്ധിച്ചത്. അങ്ങനെ ചേട്ടൻ സ്കൂളിൽ പോയതിൻ്റെ സങ്കടത്തിലിരിക്കുവാണ്. അപ്പോൾ ഈ സമയത്ത് നല്ലൊരു വെയിലൊക്കെ വന്നേ. ഞാനപ്പോഴത്തേക്കും തുണിയൊക്കെ എടുത്ത് കുറച്ചുണ്ടായിരുന്നു ഉണങ്ങാനായിട്ടുള്ളത്. പിന്നെ ആ തുണിയെല്ലാം എടുത്ത് ഞാൻ വെയിലത്തൊക്കെ ഇട്ടു. പിന്നെ കല്ലുമോളുടെ ഉറക്കമൊക്കെ കഴിഞ്ഞു. കല്ലുമോളും ഞാനും കൂടെ പുറത്ത് വന്നിരിക്കുക കേട്ടോ. അമ്മ ഈ ടൈമിൽ തൃപ്പൂണിത്തുറയിൽ പോയേക്കുവാണ് കേട്ടോ.
അമ്മ അങ്ങനെ പുറത്ത് പോയിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ആ സമയത്ത് കുറച്ച് നേരം അവിടെ ഇരുന്ന് കളിച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി. അങ്ങനെ കല്ലുമോള് ഇപ്പോൾ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ നമ്മുടെ കൈയൊന്നും പിടിക്കില്ല കേട്ടോ. ആൾക്ക് ഒറ്റയ്ക്ക് ഇറങ്ങണം, ഒറ്റയ്ക്ക് അകത്തോട്ട് കയറണം, ആ ഒരു ഇത് എൻ്റെ കൈ പിടിപ്പിക്കുന്നുണ്ടല്ല. അങ്ങനെ അമ്മ വന്നു. അമ്മ വന്നപ്പോഴത്തേക്കും മീനൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത്. അങ്ങനെ മേടിച്ചേക്കുന്ന മീൻ ഇത് കോലാനാണ് കേട്ടോ. അപ്പോൾ ഇത് തേങ്ങ അരച്ച് വെക്കാം. പിന്നെ മറ്റേത് പിലോപ്പി, അത് ചെറിയൊരു പിലോപ്പിയാണ് കേട്ടോ, 4 എണ്ണം. അപ്പോൾ അതും കൂടി ഫ്രൈ ചെയ്ത് ഇത് നമുക്ക് തേങ്ങ അരച്ച് കറി വെക്കാം എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ പെട്ടെന്ന് തന്നെ കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മീൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് കടുകും കൂടി ഒന്ന് വറുത്ത് കഴിഞ്ഞാൽ മീൻ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. എന്നിട്ട് വേണം ഇനി ഫുഡ് കഴിച്ച് നമ്മുടെ കല്ലുമോളുടെ മുടി ഇന്ന് മുട്ട അടിക്കുക കേട്ടോ. തല മുട്ട അടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ വെണ്ടക്ക മെഴുക്കുവരട്ടിയും കൂടി റെഡി ആക്കിയിട്ടുണ്ട്. അങ്ങനെ ചേട്ടൻ വന്നിട്ട് അപ്പം തന്നെ ഇറങ്ങുവാണ് കേട്ടോ. നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് പോകുന്നത്. അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വോയിസ് കൊടുക്കുമ്പോൾ കല്ലുമോൾ എൻ്റെ അടുത്തുണ്ട് കേട്ടോ, അതാണ് സൗണ്ട് കേൾക്കുന്നത്. അങ്ങനെ അകത്തോട്ട് കയറി. പിന്നെ പെട്ടെന്ന് തന്നെ മുടി മുട്ട അടിക്കാൻ വേണ്ടി പോവുകയാണേ. അങ്ങനെ കല്ലുമോള് മുട്ടയൊക്കെ അടിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട്. ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. ഇപ്പോൾ മുടി ഇടക്കിടക്ക് ഇങ്ങനെ തപ്പി നോക്കും. അപ്പോൾ ഞങ്ങൾ ഓരോന്നും പറയുമ്പോൾ ആൾ തലയിലോട്ട് തപ്പി നോക്കുവാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോയി. മറ്റൊരു വീഡിയോ ഇട്ട് കാണാനും എല്ലാവർക്കും ബൈ.